അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അന്നപ്പോൾ ഒലവക്കോട് റെയിൽവേ കോളനി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ്. പനി പിടിച്ചു 3-4 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. 2 മാസം നീണ്ടുപോയി. പക്ഷേ മൂത്ത കൊച്ച് 5 വയസ്സ്, രണ്ടാമത്തെ കൊച്ചിന് 1 വയസ്സ് 2 മാസം. അപ്പോൾ അങ്ങനെ പനി പിടിച്ചു. മൂത്ത കൊച്ചിന് സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾ മരുന്ന് കൊടുത്ത് പരീക്ഷ എഴുതാൻ വിട്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ UKG-ലാണ്. അങ്ങനെ വന്നു. ചെറുതിനും പനി പിടിച്ചപ്പോൾ വലുതിൻ്റെ പകർന്നതാണ് പറഞ്ഞു. ഡോക്ടർമാർ അവരെയും കൊണ്ട് കാണിച്ചു. അങ്ങനെ കാണിച്ച് പനി വിട്ടുമാറാത്ത പനിയായി. ചുമച്ച് അങ്ങനെ ശ്വാസം കിട്ടാതായി. അവർ ഉടനെ തന്നെ ഡോക്ടർ വിൻസെൻ്റ് പോൾ അടുത്താണ്, അവിടെ നിന്ന് കാണിച്ചു. 4 ഡോക്ടറെ മാറി കാണിച്ചു. അങ്ങനെ കൊണ്ട് ഓടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി സ്കാനിങ് എടുക്കണം പറഞ്ഞു. ലേസിലും നെഞ്ചിലും നോക്കിയപ്പോൾ ഇൻഫെക്ഷനാണ്, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ കൊണ്ട് മാത്രമേ ഈ കൊച്ചിനെ ഇത് കമ്മിയാക്കാൻ പറ്റുള്ളൂ, കുറവാകാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ മോളും മരുമോനും കൂടി റൂം അന്വേഷിക്കാൻ ഓടിയപ്പോൾ ഒരു ദിവസത്തെ 1500 രൂപ ഒരു കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അമ്മേ ഞങ്ങൾക്കാകില്ല, അമ്മ വരുമോ ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുങ്ങായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം വരാ പറഞ്ഞു. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു ഇത്രയും നല്ലൊരു തമ്പുരാൻ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ഞാൻ അവിടെ വന്നു. ആരെയും നോക്കില്ല. എൻ്റെ പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചു. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തും. യാക്കോബ് 5:15 വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ കണ്ടു. കുർബാനയും ആരാധനയും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അച്ഛാ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞപ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മോളെ വിളിച്ചപ്പോൾ എൻ്റെ മോൾ ചിരിച്ചോണ്ട് പറഞ്ഞു അമ്മയെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നില്ല, 3 ദിവസത്തേക്ക് വീണ്ടും ഡോക്ടർ മരുന്ന് എഴുതി തന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഞാനല്ല, എൻ്റെ പിതാവും. അച്ഛനോട് ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. തമ്പുരാൻ തരണ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും പോരാ. എൻ്റെ പൊന്നു തമ്പുരാനെ ഞാൻ കോടാതെ കോടി നന്ദി. വിളിപ്പുറത്താണ് എൻ്റെ ദൈവം തന്നേനെ കോടാതെ കോടി മഹത്വം. യേശുവേ നന്ദി, അപ്പച്ചാ നന്ദി, പരിശുദ്ധമ്മേ കോടാതെ കോടി നന്ദി. ഹല്ലേലൂയ. നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. രോഗങ്ങൾ വന്നാൽ കുടുംബം വിറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതിനുള്ളൊരു പരിഹാരമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് ഇടപെടും. ഹല്ലേലൂയ.